ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോം ടു ബി കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ്. 2 ടയർ കേക്കാണ് കേട്ടോ. ഇത് വന്നിട്ട് ചോക്കോനട്ട് കേക്കാണ്. ചോക്കോനട്ടിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് 3 kg കേക്കാണ് കേട്ടോ. വെയിറ്റ് വന്നിട്ടുള്ളത് 2 ടയർ കേക്കാണ്. അപ്പോൾ ഞാനിത് 9 ഇഞ്ചിൻ്റെ അഥവാ 1.5 കിലോയുടെ 2 പാനലായിട്ടും അതുപോലെ തന്നെ 6 ഇഞ്ചിൻ്റെ 2 പാനലായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു 1.5 കിലോ ബാറ്ററി റെഡിയാക്കി, അഥവാ നമ്മൾ 6 എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ബാറ്ററി റെഡിയാക്കിയിട്ട് 9 ഇഞ്ചിൻ്റെ ഒരു പാനലും 6 ഇഞ്ചിൻ്റെ ഒരു പാനലും ആയിട്ട് ഒഴിച്ചു കൊടുത്തു. വീണ്ടും അതേപോലെ 6 ഇഞ്ചിൻ്റെ പാനലും 9 ഇഞ്ചിൻ്റെ പാനലും അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് ഇത് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഐസിങ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ക്രീമെല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് ഗനാഷിലേക്ക് നമ്മൾക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ നട്ട്സ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചോക്കോ ചിപ്സുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഷുഗർ സിറപ്പ് വന്നിട്ട് നമ്മൾക്ക് മിൽക്ക് മെയ്ഡും ഷുഗറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. മിൽക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ കേക്ക് ബോർഡിൽ ഞാൻ 2 kgയുടെ കേക്ക് ബോർഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ നന്നായിട്ട് തന്നെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളെ ഷുഗർ സിറപ്പ് അഥവാ മിൽക്ക് മെയ്ഡ് പിന്നെ ഷുഗറും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ടയർ കേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കേക്ക് തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഒരു 6 to 8 മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റായിരുന്നാലേ നമുക്ക് അത് ടയർ ഈസി ആയിട്ട് സ്റ്റാക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ക്രീം നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ എന്നും കെട്ടുന്ന പോലെ തന്നെ ഒരു വരമ്പ് കെട്ടി കൊടുക്കണം. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ നട്ട്സും അതുപോലെ തന്നെ ബദാമും കൂടിയാണ് കേട്ടോ പീസാക്കി എടുത്തിട്ടുള്ളത്. മിക്സിയിലിട്ട് പൊടിക്കൊന്നും ചെയ്യേണ്ട, നമുക്ക് അത്യാവശ്യം കടിക്കാനുള്ള സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിന് മുന്നേ ആയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്രഞ്ചി ആയിട്ട് നിൽക്കും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോക്കോ ചിപ്സ് ഞാൻ വൈറ്റും ബ്ലാക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ലെയർ ഇതേപോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്ത ടൈമിൽ നമുക്ക് 4 ലെയറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ താഴത്തെ കേക്ക് 4 ലെയർ, അതുപോലെ തന്നെ മുകളിലുള്ള ചെറിയ കേക്കും 4 ലെയറായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 1 kg ഒക്കെ ചെയ്യുന്ന പോലെ നല്ല നൈസാക്കിയിട്ടല്ല, ഇങ്ങനെ 2 ടയർ ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം കട്ടിക്ക് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അത് സ്റ്റാക്കൊക്കെ ചെയ്യുന്ന ടൈമിൽ ചെരിയാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ 2 കേക്കും ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കേക്ക് പിന്നെ ഐസിങ് ചെയ്യണേ ഞാൻ കാണിച്ചിട്ടില്ല. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിപ്പം 10 മിനിറ്റ് ഒന്നുമല്ല, ഞാൻ രാവിലെയാണ് കേക്ക് ഇതെല്ലാം ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ച് ഉച്ചേൻ്റെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു കേക്കിൻ്റെ പണിയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ താഴെ ഇത് പിങ്ക് കളറിലും ബസൂക്ക പിങ്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മാജിക് കളേഴ്സിൽ ബസൂക്ക പിങ്കാണ്. ഇനി വന്നിട്ട് മുകളിൽ ഈ ഒരു ബാക്കി പോർഷൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത് നമ്മൾ മാജിക് കളേഴ്സിൽ തന്നെ റേഡിയൻറ്റ് ബ്ലൂ ഉണ്ട്, ആ ഒരു കളർ വെച്ചിട്ടാണ് കേട്ടോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കാണ്. അവർ നമുക്ക് പിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അതുപോലെ ചെയ്യാനായിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ടയറായിട്ട് ചെയ്യുന്ന ടൈമിൽ 2 കേക്കിൻ്റെ പിക്ചർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് താഴത്തെ കേക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാനും മുകളിൽ നമ്മളെ മോം ടു ബി ആ ഒരു പിക്ചറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ ആദ്യം മുകളിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം നമ്മൾ ഈ ഒരു പാലറ്റ് നൈഫിൽ ഇപ്പോൾ 2 കളറും മിക്സ് ആയിട്ടുണ്ടാവും. അതുപോലെ ഈ ഗ്യാപ്പ് വന്ന സ്ഥലത്തൊക്കെ നമുക്കൊന്ന് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചോക്ലേറ്റ് കേക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ഫ്രിഡ്ജിൽ 10 മിനിറ്റ് 6 മണിക്കൂറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മതിട്ടോ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചോക്ലേറ്റിൻ്റെ ക്രീമെല്ലാം പുറത്തേക്ക് കാണും. പിന്നെ കേക്ക് ഐസിങ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കേക്ക് ആദ്യം നല്ല കൃത്യം നടുവിലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് എനിക്ക് ഓർത്തത് നമുക്ക് കേക്ക് ബോർഡിലാണ് ഇതിൻ്റെ മാറ്റർ എഴുതാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് ഒന്ന് ബോർഡിനേക്കാളും കുറച്ചൊന്ന് ബാക്കിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മുകളിൽ ആദ്യം ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സൈഡ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ഞാനിതുപോലെ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വലിയ സ്ക്രാപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചുറ്റിക്കുന്ന ടൈമിൽ നമ്മൾ പാലറ്റ് നൈഫ് ആണെങ്കിലും ഈ ഒരു സ്ക്രാപ്പർ ആണെങ്കിലും ഒന്ന് കഴുകിയതിന് ശേഷം വേണം അടുത്തതായിട്ട് ചുറ്റിക്കാൻ, അല്ലെങ്കിൽ കളർ മിക്സ് ആയി പോകും, 2 കളറും കൂടി മിക്സ് ആയി പോകും.
അപ്പോൾ അത് നമ്മൾ സൈഡൊക്കെ ഇങ്ങനെ നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുമ്പോൾ മുകളിലോട്ട് ഇങ്ങനെ കയറി വരും നമ്മളെ ക്രീം. അപ്പോൾ നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് പിന്നെ മുകൾ വശം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ബോർഡൊക്കെ അപ്പോൾ തന്നെ നമ്മൾ ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കേക്കിൽ അത് സെറ്റായി പോകും. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ നമ്മളെ സെക്കൻഡ് ടയറും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ബാക്കി വന്നിട്ടുള്ള പിങ്ക് കളറും അതുപോലെ തന്നെ ബ്ലൂ കളറും കൂടി രണ്ടും കൂടെ ഒരു കവറിൽ തന്നെ മിക്സ് ആക്കി എടുത്തിട്ട് ഇതുപോലെ റോസറ്റ വരച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ 100 N1 നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് പിറ്റേ ദിവസം കാലത്താണ് കേട്ടോ ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ടൈമിൽ അതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നമ്മളിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ രണ്ടും കൂടെ. അപ്പോൾ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ ഉള്ള കാഴ്ചയാണിത്. ഞാനൊരു സൗണ്ട് കേട്ടപ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് മയിലാണ് ഇത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മളെ വീട്ടിൽ മയിൽ വന്നിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ കണ്ട ഒരു ആഹ്ലാദത്തിൽ മോനോട് പറയുമ്പോഴേക്കും അത് ചാടിതാ വീടിൻ്റെ പുറത്തേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു ആകാംക്ഷയിൽ ഞാൻ കുറേ നേരം അതിനെ നോക്കി നിന്നു കേട്ടോ. അതിനുശേഷമാണ് പിന്നെ നമ്മൾ കേക്കൊക്കെ എടുത്ത് വെക്കാനായിട്ട് വന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാക്ക് ചെയ്യാനുള്ളത് ആദ്യം ഇതുപോലെ ഒന്ന് കേക്ക് നമ്മൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിലേ നമ്മൾ ആ ക്രീമിൽ നിന്ന് വിട്ടിട്ട് ഇങ്ങ് എടുക്കുന്ന ടൈമിൽ കിട്ടുള്ളൂ. ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നായിട്ട് ഞാൻ കേക്കിൻ്റെ സൈഡിലൊക്കെ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത്തെ ടയറിൽ വെച്ചതിന് ശേഷം ഇതുപോലെ സ്പ്രിങ്കിൾസ് ഇട്ടുണ്ടെങ്കിൽ ആ ഒരു കേക്ക് മിൽക്കും ഈ ഒരു സ്പ്രിങ്കിൾസൊക്കെ സ്പ്രെഡ് ആവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ അതിമേൽ സ്പ്രിങ്കിൾസ് ഇട്ട് വെച്ചത്. ഇനി വന്നിട്ട് താഴത്തെ കേക്കിൻ്റെ നടുവിലായിട്ട് ഒരു 3 സ്ക്യൂവർ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. നമ്മൾ കേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ തലേ ദിവസം നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കേക്ക് എടുത്ത് വെക്കുന്ന ടൈമിലും ഒന്നും അവിടെയും ഇവിടെയും തട്ടുമെന്നോ ഒന്നും പേടിക്കാനൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ഇതിലേക്ക് എടുത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്നില്ല, ഞാൻ അത് കണ്ടിട്ടുമില്ല കേട്ടോ. വീഡിയോയിൽ കാണാത്തത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ പാലറ്റ് നൈഫിൽ ഒറ്റ പാലറ്റ് നൈഫ് തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എവിടെയാണോ സെൻറ്ററിൽ വെച്ചതിൻ്റെ ശേഷം മാത്രം നമുക്ക് പാലറ്റ് നൈഫ് പതുക്കെ ഊരിയെടുത്താൽ മതി. വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി കേക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടും ചെറിയ ഒരു ഗ്യാപ്പൊക്കെ നടുവിലുണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ സെറ്റായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ട് കേക്കിൻ്റെ ഒരു അളവെടുത്തിട്ട് മുകളിൽ നല്ല കട്ടിക്കുള്ള ഒരു സ്ക്യൂവറാണ് കേട്ടോ ഇപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് മുകളിലോട്ട് തള്ളിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുകളിലെ കേക്കിലായിട്ട് മോം ടൂബിയുടെ ആ ഒരു പിക്ക് ഞാൻ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ പേപ്പർ പ്രിൻ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഷുഗർ ബോൾസ് ഒന്ന് ഞാൻ വലിയ പിങ്ക് കളറിലുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സ്റ്റാർ വെച്ച് കൊടുക്കുന്നത് ഫോണ്ടൻറ്റിൽ യെല്ലോ കളറ് ഫോണ്ടൻറ്റ് കുഴച്ചെടുത്തിട്ട് അതിൽ ഗോൾഡൻ ഡസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കേക്കിൻ്റെ താഴത്തെ കേക്കിൻ്റെ നടുവിലായിട്ട് ലൈന് ഞാൻ ആദ്യം ബ്രഷ് ഗോൾഡൻ ഡസ്റ്റിലൊന്ന് മുക്കിയിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ ഗോൾഡൻ ഫ്ലേക്സ് ഉണ്ടല്ലോ അത് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്തു. ഓരോ ലൈനാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണ്ടൻറ്റിൽ മാറ്റർ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം മയിലിനെയൊക്കെ നോക്കി നിന്നപ്പോൾ ഇത്തിരി സമയം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഫോണ്ടൻറ്റിൽ ആ ഒരു ലെറ്ററിൽ ഓരോ കളറിലും ആക്കി അങ്ങനെ ചെയ്യുന്ന ടൈമിലൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് കേക്ക് 10-10 ആകുമ്പോൾ വാങ്ങാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കേക്കിൻ്റെ ഫോട്ടോസ് എടുക്കലും അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് റീൽസ് എടുക്കാൻ വേണ്ടി ഷോർട്ട് വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ കേക്കിൻ്റെ അപ്ഡേറ്റ്സൊക്കെ അപ്പോഴേക്കപ്പം ഇൻസ്റ്റയിൽ ഇടാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലത്തെ കേക്ക് മോഡൽസ് ഫോട്ടോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കേക്ക് ഓർഡർ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കാണാനായിട്ട്. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.